ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ മറ്റൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ഹീമോസ്റ്റാസിസ്. എന്താണ് ഹീമോസ്റ്റാസിസ് എന്ന് പറയുമ്പോൾ, ഹീമോസ്റ്റാസിസ് നമ്മൾ ഓൾറെഡി ഒരു എന്താ പറയുക വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. ഇന്ന് ഞാൻ വളരെ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. എസ്പെഷ്യലി അതിൻ്റെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഓർത്തിരിക്കാനുള്ള ചെറിയൊരു ന്യൂമോണിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഹീമോസ്റ്റാസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ഹീമോസ്റ്റാസിസിൽ നമ്മൾ എന്താണ് മെയിൻലി നമ്മൾ പറയുമ്പോൾ ബ്ലഡ് ക്ലോട്ടിങ്, ബ്ലഡ് കൊയാഗുലേഷൻ അല്ലെങ്കിൽ കൊയാഗുലേഷൻ കാസ്കേഡ് പാത്വേ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഹീമോസ്റ്റാസിസിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മെയിൻലി എന്താണ്, ഹീമോസ്റ്റാസിസ് എന്ന് പറയുന്നത് എന്താണ്, ഫോർ സ്റ്റോപ്പിംഗ് ഓഫ് ദ ബ്ലീഡിങ്. ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യും, എന്തെങ്കിലും ഒരു ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എന്താണ് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് ബ്ലഡ് ലോസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു മെക്കാനിസത്തിന് പറയുന്ന പേരാണ് ഹീമോസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് ഫേസ് ഉണ്ട്. എന്താണ്, പ്രൈമറി ഹീമോസ്റ്റാസിസ് ഉണ്ട്, സെക്കൻഡറി ഹീമോസ്റ്റാസിസ് ഉണ്ട്. പ്രൈമറി ഹീമോസ്റ്റാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ബൈ ദ ഹെൽപ്പ് ഓഫ് പ്ലേറ്റ്ലെറ്റ്സ് ആണ്. പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ ആണെന്ത് പ്രൈമറി ഹീമോസ്റ്റാസിസ് എന്ന് പറയുന്നത്. സെക്കൻഡറി ഹീമോസ്റ്റാസിസ് എന്ന് പറയുന്നത് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിന്റെ ഹെൽപ്പോട് കൂടി ബൈ ദ ഹെൽപ്പ് ഓഫ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് നടക്കുന്ന മെക്കാനിസം ആണ് സെക്കൻഡറി ഹീമോസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹീമോസ്റ്റാസിന് രണ്ട് ടൈപ്പ് ഉണ്ട്. എന്താണ്, പ്രൈമറി ഹീമോസ്റ്റാസിസ് ഉണ്ട്, സെക്കൻഡറി ഹീമോസ്റ്റാസിസ് ഉണ്ട്. ഓക്കെ, അതിൽ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എഫക്ട് ചെയ്യുന്നത് എവിടെയാണ്, സെക്കൻഡറി ഹീമോസ്റ്റാസിസ്. പ്ലേറ്റ്ലെറ്റ്സിന്റെ ഹെൽപ്പോട് കൂടി നടക്കുന്നതാണ് പ്രൈമറി ഹീമോസ്റ്റാസിസ് ആണ്. ഈ രണ്ട് പ്രൈമറി ഹീമോസ്റ്റാസിസ് സെക്കൻഡറി ഹീമോസ്റ്റാസിസും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാലാണ് ഹീമോസ്റ്റാസിസ് കംപ്ലീറ്റ് ആവുക. ഓക്കെ, അതായത് കംപ്ലീറ്റ് സ്റ്റോപ്പേജ് ഓഫ് ബ്ലീഡിങ്ങിന് വേണ്ടിയിട്ട് എന്താണ് രണ്ട് ഫേസും, അതായത് പ്രൈമറി ഹീമോസ്റ്റാസിസും സെക്കൻഡറി ഹീമോസ്റ്റാസിസും കംപ്ലീറ്റ് ആയിട്ട് നടക്കണം. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ എന്താണ് സെക്കൻഡറി ഹീമോസ്റ്റാസിസിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു എന്താണ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് വേണം എന്നുള്ളത്. ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരു ഇനാക്ടിവേറ്റഡ് ഫോമിലായിരിക്കും കാണാം, സൈമോജിൻ എന്ന് പറയും. അപ്പോൾ അതൊരു ഇനാക്ടിവേറ്റഡ് ഫോമിൽ നിന്നും അതിനെ ആക്ടിവേറ്റഡ് ഫോം ആക്കി മാറ്റും. ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു 12 ക്ലോട്ടിംഗ് ഫാക്ടേഴ്സുകൾ നമ്മുടെ ബോഡിയിലുണ്ട്. ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സുകളെ ഇനാക്ടിവേറ്റഡ് ഫോമിൽ നിന്നും മറ്റൊരു ആക്ടിവേറ്റഡ് ഫോമിലേക്ക് മാറ്റിയതിനു ശേഷം എന്ത് ചെയ്യുന്നു, ആ ആക്ടിവേറ്റഡ് ഫോം എന്ത് ചെയ്യുന്നു, മറ്റുള്ള ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിനെ ഇനാക്ടിവേറ്റഡ് ഉള്ള ഫാക്ടേഴ്സിനെ ആക്ടിവേറ്റ് ആക്കുന്നു. അങ്ങനെ അതൊരു കാസ്കേഡ് പാത്വേ, ഒരു കണ്ടിന്യൂസ് പാത്വേ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ഓക്കെ, അതാണെന്ത് നമ്മളുടെ ക്ലോട്ടിംഗ് കാസ്കേഡ് അല്ലെങ്കിൽ ഹീമോസ്റ്റാസിസ് കാസ്കേഡ് പാത്വേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കാസ്കേഡ് പാത്വേയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്താണ്, ഇൻട്രിൻസിക് പാത്വേ ഉണ്ട്, എക്സ്ട്രിൻസിക് പാത്വേ ഉണ്ട്, ഒരു കോമൺ പാത്വേ ഉണ്ട്. ഏതൊക്കെയാണ്, ഇൻട്രിൻസിക് പാത്വേ, എക്സ്ട്രിൻസിക് പാത്വേ ആൻഡ് എ കോമൺ പാത്വേ. ഓക്കെ, അപ്പൊ അതില് എന്താണ് ഈ ഒരു പിക്ചർ നിങ്ങൾ വളരെ വ്യക്തതയോട് കൂടി പഠിച്ചു വെക്കണം. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ചോദിക്കാറുണ്ട് എന്താണ് ഇൻട്രിൻസിക് പാത്വേയിൽ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതാണ്, അല്ലെങ്കിൽ എന്താണ് എക്സ്ട്രിൻസിക് പാത്വേയിൽ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതാണ്, കോമൺ പാത്വേയിൽ വരുന്ന ഫാക്ടേഴ്സ് ഏതാണ്, അങ്ങനെയൊക്കെ പല രീതിയിലും ക്വസ്റ്റ്യൻസുകൾ കാണാറുണ്ട്. സോ അതുകൊണ്ട് ഈ ഒരു പാത്വേ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ എന്താണ് ഫസ്റ്റ് വൺ ഇൻട്രിൻസിക് പാത്വേ എന്ന് പറയുന്നത്. ഇൻട്രിൻസിക് പാത്വേ എന്ന് പറയുമ്പോൾ മെയിൻലി എന്താണ് ബ്ലഡിൽ നിന്ന് വരുന്നതാണ്. അതിൽ ഫസ്റ്റ് വണ് 12th ഫാക്ടർ അല്ലെങ്കിൽ ഹെയ്ച്ച്മാൻ ഫാക്ടർ എന്ന് പറയുന്നതാണ്. അതിനെ 12A ആയിട്ട് മാറ്റും. ഫാക്ടർ 12 നിന്നും ഫാക്ടർ 12A ആക്കി മാറ്റും. 12A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവേറ്റഡ് ഫോം ഓഫ് ദാറ്റ് ഫാക്ടർ, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു ഇനാക്ടിവേറ്റഡ് ഫോം ഓഫ് ക്ലോട്ടിംഗ് ഫാക്ടർ 12 ഉണ്ട്. അതിനെന്ത് ചെയ്യുന്നു, ആക്ടിവേറ്റഡ് ഫോം ആക്കി മാറ്റുന്നു. കൊളാജനും ഹാലിക്ടറിനും അതേപോലെ HNWK ഒക്കെ വന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിനെ ആക്ടിവേറ്റ് ആക്കുന്നു. ആ 12A നിന്ന് എന്ത് ചെയ്യുന്നു, ആ 12A ഒരു കോ ഫാക്ടർ ആയിട്ട് ആക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഫാക്ടർ 11A ആക്കി മാറ്റുന്നു. ഫാക്ടർ 11 ആക്ടിവേറ്റ് ആക്കുന്നു. ആ ഫാക്ടർ 11ഉം കാൽഷ്യവുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഫാക്ടർ 9 എന്ത് ചെയ്യുന്നു, ആക്ടിവേറ്റ് ആക്കുന്നു. ആ ഫാക്ടർ 9 എന്ത് ചെയ്യുന്നു, അവിടെ നിൽക്കട്ടെ, ആ ഫാക്ടർ 9 അവിടെ നിൽക്കട്ടെ. ഓക്കെ, ആക്ടിവേറ്റഡ് ഫാക്ടർ 9 അവിടെ ഉണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണ്, നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഫാക്ടർ 8 നമ്മുടെ ബ്ലഡിലുണ്ട്. ഈ ഫാക്ടർ 8 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. തലാസീമിയ എക്കൊക്കെ വരുന്ന ഒരു എന്താണ് ഡെഫിഷ്യൻസിയിൽ വരുന്ന ഒരു ഫാക്ടറാണ് ഫാക്ടർ 8 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫാക്ടർ 8 എന്ത് ചെയ്യുന്നു, ത്രോംബിന്റെ ഹെൽപ്പോട് കൂടി എന്ത് ചെയ്യുന്നു, അതിനെ ആക്ടിവേറ്റ് ആക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലായത് എന്താണ്, ഫാക്ടർ 8 എന്ത് ചെയ്യുന്നു, ആക്ടിവേറ്റഡ് ഫാക്ടർ 8 ആക്കി മാറ്റുന്നു. ഈ ആക്ടിവേറ്റഡ് ഫാക്ടർ 8ഉം നമ്മളുടെ ആക്ടിവേറ്റഡ് ഫാക്ടർ 9ഉം അതുപോലെ തന്നെ കാൽഷ്യവും കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു, ഫാക്ടർ 10നെ ആക്ടിവേറ്റ് ആക്കുന്നു. ഓക്കെ, ഫാക്ടർ 10നെ 10A ആക്കി മാറ്റുന്നു. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു, അതുപോലെ അപ്പുറത്തെ സൈഡിൽ എന്താണ് എക്സ്ട്രിൻസിക് പാത്വേ ഉണ്ട്. എക്സ്ട്രിൻസിക് പാത്വേ വലിയ ടിഷ്യൂസിൽ നിന്നാണ്. ആ ടിഷ്യൂസിൽ നിന്ന് വരുന്ന എക്സ്ട്രിൻസിക് പാത്വേയിൽ എന്ത് ചെയ്യുന്നു, ടിഷ്യൂ ഫാക്ടറായുള്ള ഫാക്ടർ 3 എന്ത് ചെയ്യുന്നു, ആ എൻഡോത്തീലിയൽ ടിഷ്യൂസിനൊക്കെ ഡാമേജ് സംഭവിക്കുമ്പോൾ അതിനവിടെ ആക്ടിവേറ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യുന്നു, ആക്ടിവേറ്റഡ് ഫോം ഓഫ് ഫാക്ടർ 3 ഉണ്ടാവുന്നു. ഓക്കെ, ഈ ആക്ടിവേറ്റഡ് ഫോം ഓഫ് ഫാക്ടർ 3യും കാൽഷ്യവും അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ആക്ടിവേറ്റഡ് ഫോം ഓഫ് 7ഉം കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു, അതും ഈ കോമൺ പാത്വേയിലുള്ള 10നെ ആക്ടിവേറ്റ് ആക്കുന്നു.
ഓക്കെ, അപ്പൊ കൺഫ്യൂഷൻ വരരുത്. എന്താണ് ഇൻട്രിൻസിക് പാത്വേയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെയാണ്. അതിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 12 ഉണ്ട്, 11 ഉണ്ട്, 9 ഉണ്ട്, അതേപോലെ തന്നെ 8 ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രിൻസിക് പാത്വേയിൽ വരുന്നത്. ഓക്കെ, ഈ എക്സ്റ്റൻസീവ് പാത്വേയിൽ വരുന്നതാണ് 3 ഉണ്ട്, 7 ഉണ്ട്. ഓക്കെ, പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പൊ ഈ എക്സ്റ്റൻസീവ് പാത്വേയിലുള്ള ഈ ഫാക്ടേഴ്സ് എല്ലാം കൂടെ വന്നിട്ടും അതേപോലെ തന്നെ ഇൻട്രിൻസിക് പാത്വേയിലുള്ള ഈ ഫാക്ടേഴ്സ് എല്ലാം കൂടെ ആക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഫാക്ടർ 10നെയാണ് എന്ത് ആക്ടിവേറ്റ് ആക്കുന്നത്. ഫാക്ടർ 10 എന്ന് പറയുന്നത് എന്താണ്, കോമൺ ആയിട്ടുള്ളതാണ്. അതായത് ഇൻട്രിൻസിക് പാത്വേക്കും എക്സ്റ്റൻസീവ് പാത്വേക്കും കോമൺ ആയിട്ട് വരുന്ന ഒരു ഫാക്ടറാണ്. ഓക്കെ, അപ്പോൾ ഈ ആഫ്റ്റർ 10 അതിനുശേഷം വരുന്നതിന് പറയുന്ന പേരാണ് കോമൺ പാത്വേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെന്താണ് ഇവിടെ ഫാക്ടർ 10നെ നമുക്ക് ഇവിടെ ആക്ടിവേറ്റ് ആക്കി. ഈ ഫാക്ടർ 10 ആക്ടിവേറ്റഡ് ഫോം ഓഫ് ഫാക്ടർ 10ഉം അതേപോലെ തന്നെ ആക്ടിവേറ്റഡ് ഫോം ഓഫ് ദ 5A, ഈ 5A എന്തായിരുന്നു, ഇനാക്ടിവേറ്റഡ് ത്രോംബിൻ വെച്ചിട്ട് എന്തായിരുന്നു 5A ആക്ടിവേറ്റഡ് ഫോം ഓഫ് ദ ഫാക്ടർ 5 ആക്കി മാറ്റുന്നു. അതും കാൽസ്യവും കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു, ഫാക്ടർ 2നെ ആക്ടിവേറ്റ് ആക്കിയിട്ട് ആക്ടിവേറ്റഡ് ഫോം ഓഫ് ദ ഫാക്ടർ 2 ആക്കി മാറ്റുന്നു. ദാറ്റ് ഈസ് ത്രോംബിൻ ആക്കി മാറ്റുന്നു. അതെന്ത് ചെയ്യുന്നു, ഫൈബ്രിൻ വെച്ചാൽ ഫൈബ്രിൻ ആക്കി മാറ്റുന്നു. അങ്ങനെ അവിടെ സ്റ്റെബിലൈസിങ് ഫാക്ടർ ആയിട്ടുള്ള 13A ആക്കി മാറ്റുന്നു. അതെല്ലാം കൂടി ചേർന്നിട്ട് കാൽഷ്യം കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ സ്റ്റേബിൾ ഫൈബ്രിൻ കോട്ടായിട്ട് മാറുന്നു. ഓക്കെ, ഇപ്പൊ ഫൈബ്രിൻ ഉണ്ടാവുന്നു. അതിന്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് എന്താണ് സ്റ്റെബിലൈസിങ് ഫാക്ടർ ആയിട്ടുള്ള ഫാക്ടർ 3 ആക്ട് ചെയ്യുന്നു. അത് ത്രോംബിനുമായിട്ട് ആക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. അത് കാൽഷ്യം കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരു സ്റ്റേബിൾ ഫൈബ്രിൻ ക്ലോട്ട് ഉണ്ടാവുന്നു. ഓക്കെ, ഞാൻ ഈ പറയുമ്പോൾ ചിലപ്പോൾ ചെറിയ കൺഫ്യൂഷൻസ് വന്നേക്കാം. നിങ്ങൾ ഈ പിക്ചർ നിങ്ങളൊന്ന് മനസ്സിരുത്തി വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ തന്നെ എങ്ങനെയായാലും ഒരു എന്താ പറയുക, ഒരു കറക്റ്റ് ഓർഡറിൽ പഠിച്ചു പോവുക. ഓക്കെ, വളരെ എളുപ്പമാണ്. ഇതിങ്ങനെ എന്താണ് ഇവിടെ ഈ ഒരു ഇൻട്രിൻസിക് പാത്വേയിൽ വരുന്നതാണ് 12, 11, 9, 8 കാര്യങ്ങൾ ഓർത്തിരിക്കുക. അതിൽ 10 എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ പുറത്തേക്ക് മാറ്റി വെക്കുന്നു. ഇവിടെ നിന്ന് എക്സ്റ്റൻസീവ് പാത്വേയിൽ നിന്ന് 3ഉം 7ഉം കൂടി കൂടിച്ചേരുന്നു. അങ്ങനെ ആ കോമൺ പാത്വേ ആണ് പിന്നീട് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലുള്ള ഈ രീതിയിലേക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കാം. ഇത് ഞാൻ പറഞ്ഞു തരുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആയി തോന്നിയേക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് മനസ്സിരുത്തി ഈ ഒരു പിക്ചർ നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇതിന്റെ ഓരോ കണ്ടീഷൻസിന്റെ അബ്നോർമാലിറ്റീസ് ഇവിടെ പറയുന്നുണ്ട്. അതായത് തലാസിമിയ എന്താണ് ഫാക്ടർ, ഏത് ഫാക്ടറിന്റെ ഡെഫിനിഷൻ വരുമ്പോഴാണ് കോയാഗുലേഷൻ ഡിസീസസ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ പറയാം എ എന്ന് പറഞ്ഞിട്ടുള്ളത് ഹിമോഫിലിസ് എ ആണ്. ഫാക്ടർ 8ന് ഡെഫിഷ്യൻസി വരുമ്പോൾ എന്താണ്, ഹിമോഫിലിസ് എ ഉണ്ടാവാം. അതേപോലെ തന്നെ ഹിമോഫിലിസ് ബി എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ പറയുന്നത് ബി എന്ന് പറയുന്നത് ഫാക്ടർ 9 ആണ്. ഫാക്ടർ 9 വരുമ്പോൾ എന്താണ്, ഹിമോഫിലിസ് ബി വരുന്നു. അതേപോലെ തന്നെ സി എന്ന് പറയുന്നത് ഹിമോഫിലിയ സി ആണ്. ഹിമോഫിലിയ സി എന്ന് പറയുന്നത് ഫാക്ടർ 11 ആണ്. 11ന്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ ഹിമോഫിലിയ സി വരാം. അതേപോലെ തന്നെ വോൾ വിൽബിയൻ ഡിസീസ് വരുന്നത് ഡി ആണെന്ന് പറയുന്നത്. അതായത് ഫാക്ടർ 8 വരുമ്പോൾ എന്താണ്, വോൾ വിൽബിയൻ ഡിസീസ് വരാം. അതേപോലെ വൈറ്റമിൻ കെ ഡെഫിഷ്യൻസി വരുന്നത് ഇ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇ എന്ന് പറയുന്നത് ഫാക്ടർ 7 വരാം, 10 വരാം, അതേപോലെ തന്നെ 2 വരാം, 9 വരാം. ഇത്രയും ഫാക്ടേഴ്സ് എന്താണ്, വൈറ്റമിൻ കെ ഡെഫിഷ്യൻസിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വൈറ്റമിൻ കെ ഡെഫിഷ്യൻസി റിലേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, ഫാക്ടർ 9, ഫാക്ടർ 10, ഫാക്ടർ 7, ഫാക്ടർ 2. ഇത്രയും കാര്യങ്ങൾ എന്താണ്, വൈറ്റമിൻ കെ ഡെഫിഷ്യൻസിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പിക്ചർ വളരെ ഇമ്പോർട്ടൻ്റ്. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന്റെ ഫാക്ടേഴ്സ് ഉണ്ട്, അതിന്റെ പാത്വേ കംപ്ലീറ്റ്ലി ഉണ്ട്, അതേപോലെ അതിന്റെ ഡിസോർഡേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ പിക്ചർ നിങ്ങൾ പഠിച്ചു വെക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്. ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് 12 ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിനെ ഓർത്തിരിക്കാൻ ചെറിയൊരു നിമോണിക് നമ്മൾ പണ്ട് മുതലേ പറയുന്ന ഒരു നിമോണിക്കാണ്. ഓക്കെ, അപ്പൊ അത് ഒരിക്കൽ കൂടി പറയാണ്. എന്താണ്, ദാറ്റ് ഈസ് foolish people try climbing longs unassigned എന്ന് പറഞ്ഞ മീൻസ് അത് വേണമെന്നില്ല. long slopes after Christmas some people have fallen. ഓക്കെ, അതെല്ലാം വേണമെങ്കിൽ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. foolish people try climbing long unassigned slopes after Christmas some people have fallen. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ്, 12 ക്ലോട്ടിംഗ് ഫാക്ടറാണ് ഉള്ളത്. പക്ഷെ നേരത്തെ നമ്മൾ പാത്വേ പറഞ്ഞപ്പോൾ ഫാക്ടർ 13 ഒക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഫാക്ടർ 6 എന്ന് പറയുന്നത് എന്താണ്, അങ്ങനെ ഒരു ക്ലോട്ടിംഗ് ഫാക്ടർ നമ്മൾ ഇതുവരെ കാര്യമായിട്ടൊന്നും ഒരു കണ്ടുപിടിച്ചിട്ടില്ല. ഒരു അൺഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഏതാണ് ഫാക്ടർ 6? അത് ആദ്യം നിങ്ങളുടെ മൈൻഡിൽ വേണം. ഏതാണ് ഫാക്ടർ 6 ആണെന്ത്, അൺഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ക്ലോട്ടിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ അൺഅസൈൻഡ് എന്ന് പറഞ്ഞത്. ഓക്കെ, അത് നിങ്ങൾ പിന്നീട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഫാക്ടർ 6 എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഫാക്ടർ 1, ഫാക്ടർ 2, ഫാക്ടർ 3, ഫാക്ടർ 4, ഫാക്ടർ 5, ദെൻ ഫാക്ടർ 7 ആണ് വരുന്നത്. ഓക്കെ, ഫാക്ടർ 6 നമ്മളോട് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇനി നമ്മളുടെ കോഡ് പഠിച്ചു വെക്കുക. എന്താണ്, foolish people try climbing long
unassigned slopes after Christmas, some people have fallen. Okay, എത്ര വേർഡ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 13 വേർഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ഫൂളിഷ്. ഫൂളിഷിന്റെ എഫ് എടുക്കുക. എഫ് എടുക്കുക എന്താണ്? ഫാക്ടർ 1, ദാറ്റ് ഈസ് ഫൈബ്രിനോജൻ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ പ്യൂപ്പിളിന്റെ പി, പി ഫോർ പ്രോത്രോംബിൻ. ആൻഡ് നെക്സ്റ്റ് വൺ ട്രൈഡ് ടി, ടി ഫോർ ത്രോംബോപ്ലാസ്റ്റിൻ. ആൻഡ് സിയുടെ ക്ലൈംബിങ്ങിന്റെ സി കാൽഷ്യം. ഓക്കെ, നെക്സ്റ്റ് ലോങ്, ലോങ്ങിന്റെ എൽ, എൽ ഫോർ ലബൈൽ ഫാക്ടർ. ആൻഡ് നെക്സ്റ്റ് വൺ അൺഅസൈൻഡ്. അൺഅസൈൻഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് ഫാക്ടർ 6 എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് വണ് അപ്പോൾ ഫാക്ടർ സ്ലോപ്സ്. സ്ലോപ്സ് എന്ന് പറയുന്നത് എസ് എന്താണ്? ഫാക്ടർ 7 ആയിരിക്കും. ഓക്കെ, ഫാക്ടർ എസ് എന്ന് പറഞ്ഞ ഫാക്ടർ 7 എന്ന് പറയുന്നത് സ്റ്റേബിൾ ഫാക്ടർ. ദാറ്റ് ഈസ് നെക്സ്റ്റ് വണ് ആഫ്റ്റർ. ആഫ്റ്ററിന്റെ എ പറയുന്നത് എന്താണ്? ആന്റി ഹിമോഫിലിക് ഫാക്ടർ എ, ദാറ്റ് ഈസ് ഫാക്ടർ 8. ആന്റി ഹിമോഫിലിക് ഫാക്ടർ എന്ന് പറയുന്നത് ഫാക്ടർ 8 ആണ്. അതേപോലെ തന്നെ ക്രിസ്മസ്, ക്രിസ്മസിന്റെ സി ഫോർ ഫാക്ടർ 9. 9ന്റെ പേരാണ് ക്രിസ്മസ് ഫാക്ടർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ സമ്മിന്റെ എസ്, എസ് എന്ന് പറയുന്നത് സ്റ്റുവാർട്ട് ഫാക്ടർ, സ്റ്റുവാർട്ട് പവർ ഫാക്ടർ ആണ്. ഫാക്ടർ 10 എന്ന് പറയുന്നത് സ്റ്റുവാർട്ട് പവർ ഫാക്ടർ ആണ്. അതേപോലെ തന്നെ പ്യൂപ്പിളിന്റെ പി, പി എന്ന് പറയുന്നത് പ്ലാസ്മ ത്രോംബോപ്ലാസ്റ്റിൻ ആന്റിസിഡന്റ് ആണ്. ദാറ്റ് ഈസ് ഫാക്ടർ 11. ആൻഡ് ഹാവിന്റെ എച്ച്, എച്ച് ഫോർ ഹേജ്മാൻ ഫാക്ടർ, ദാറ്റ് ഈസ് ഫാക്ടർ 12. ആൻഡ് ലാസ്റ്റ് ഫോളൻ, ഫോളൻ എന്ന് പറയുന്നത് എന്താണ്? ഫാക്ടർ 13, ദാറ്റ് ഈസ് ഫൈബ്രിൻ സ്റ്റെബിലൈസിങ് ഫാക്ടർ. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഡ് നിങ്ങൾ കൊടുത്തിരിക്കുക. എന്താണ്? ഫൂളിഷ് പീപ്പിൾ ട്രൈ ക്ലൈംബിംഗ് ലോങ് അൺഅസൈൻഡ് സ്ലോപ്സ് ആഫ്റ്റർ ക്രിസ്മസ്, സം പീപ്പിൾ ഹാവ് ഫോളൻ. ഓക്കെ, എന്താണ്? ക്രിസ്മസിന്റെ സമയത്ത് എന്ത് ചെയ്യുന്നു? ഒരു എന്താണ് ഫൂളിഷ് ആയിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യുന്നു? ഒരു ലോങ് ആയിട്ടുള്ള ഒരു സ്ലോപ്പ് കയറാൻ ശ്രമിക്കുകയാണ് ക്രിസ്മസിന് ശേഷം. അപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് വീഴുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, ഈ പിക്ചർ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്ത് ചെയ്യുന്നു? ഒരു ഫൂളിഷ് ആയിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യുന്നു? ഒരു സ്ലോപ്പിൽ ഇങ്ങനെ കയറാൻ നോക്കുന്നു. ക്രിസ്മസിന് ശേഷം എന്ത് ചെയ്യുന്നു? ഒരു ഫൂളിഷ് ആയിട്ടുള്ള ഒരാൾ ഇങ്ങനെ സ്ലോപ്സ് കയറാൻ നോക്കുന്നു, ഒരാൾ അതിൽ നിന്ന് വീഴുന്നു. ഓക്കെ, ഈ ഒരു പിക്ചർ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നത് എന്തൊക്കെയാണ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? 12 ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉള്ളത്. അതിൽ 6ാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് അൺഅസൈൻഡ് അല്ലെങ്കിൽ എന്താണ് നോൺ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് എന്ത്? ഫാക്ടർ 6 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫാക്ടർ 6നെ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ബാക്കിയുള്ളത് നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? ദാറ്റ് ഈസ് ഫൂളിഷ് പീപ്പിൾ ട്രൈ ക്ലൈംബിംഗ് ലോൺ അൺഅസൈൻഡ് സ്ലോപ്സ് ആഫ്റ്റർ ക്രിസ്മസ്, സം പീപ്പിൾ ഹാവ് ഫോളൻ. ഓക്കെ, ഒരിക്കൽ കൂടി പറയും. എന്താണ്? കൂടെ പറയണം. എന്താണ്? ഫൂളിഷ് പീപ്പിൾ ട്രൈ ക്ലൈംബിംഗ് ലോങ് അൺഅസൈൻഡ് സ്ലോപ്സ് ആഫ്റ്റർ ക്രിസ്മസ്, സം പീപ്പിൾ ഹാവ് ഫോളൻ. ഓക്കെ, നമുക്ക് ആ ഒരു 12 ഫാക്ടേഴ്സിനെ നമുക്ക് ഈ ഒരു കോഡ് വെച്ചിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് പല രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഏതാണ് ഫാക്ടർ 1, അല്ലെങ്കിൽ ഏതാണ് ഫാക്ടർ 3, ഏതാണ് ഫാക്ടർ 6, ഫാക്ടർ 10, ഏതാണ് ഫാക്ടർ 11, ഏതാണ് ഫാക്ടർ 13, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു കോഡ് പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ക്ലോട്ടിംഗ് ഫാക്ടറിന്റെ പേര് എഴുതി വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ കോഡില്ല എന്നുണ്ടെങ്കിൽ പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഈ ഒരു കോഡ് നിങ്ങൾ മറന്നു പോയത്, കോഡ് നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ്? ഫ്യൂളിഷ് പീപ്പിൾ ട്രൈ ക്ലൈംബിംഗ് ലോങ് അൺഅസൈൻഡ് സ്ലോപ്സ് ആഫ്റ്റർ ക്രിസ്മസ്, സം പീപ്പിൾ ഹാവ് ഫോളൻ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്? ഒരിക്കൽ കൂടി പറയുക. എന്താണ്? ഫൈബ്രിനോജൻ, പ്രോത്രോംബിൻ, ത്രോംബോപ്ലാസ്റ്റിൻ, കാൽഷ്യം, ലബൈൽ ഫാക്ടർ, സ്റ്റേബിൾ ഫാക്ടർ, ആന്റി ഹിമോഫിലിക് ഫാക്ടർ എ, ക്രിസ്മസ് ഫാക്ടർ, സ്റ്റുവാർട്ട് പവർ ഫാക്ടർ, പ്ലാസ്മ ത്രോംബോപ്ലാസ്റ്റിൻ ആന്റിസിഡന്റ്, ഹെയ്ച്ച്മാൻ ഫാക്ടർ ആൻഡ് ഫൈബ്രിൻ സ്റ്റെബിലൈസിങ് ഫാക്ടർ. ഇത്രയും 12 ഫാക്ടേഴ്സ് ഉണ്ട്. 12 ഫാക്ടേഴ്സ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ആ ഒരു കാസ്കേഡ് പാത്ത് ഒക്കെ ഏകദേശം സിമ്പിൾ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഹീമോസ്റ്റാസിസ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. പല എക്സാമുകൾക്കും ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.